സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങൾ സാധാരണ ഉപദേശിമാരിൽ നിന്നും കേൾക്കാത്തതായിട്ടുള്ള ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും, പക്ഷേ അവർ പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ടിട്ടില്ല. ഇതാ ഒരു പുതിയ വിഷയമല്ല, പഴയ വിഷയം ഒരു പുതിയ പാത്രത്തിനകത്ത് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയുന്നു. ജീസസ് ഫാമിലിയുടെ ഈ ആരാധനയിലേക്ക് ഒരു വചനം പഠിക്കുവാൻ, ഒരു പ്രത്യേക സന്ദേശം മനസ്സിലാക്കി പ്രായോഗികമാക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സ്വാഗതം പറഞ്ഞിട്ട് പറയുകയാണ്. നിങ്ങൾ പലരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, നന്ദി. സഹായിക്കാത്തവരും പ്രാർത്ഥിക്കാൻ മറക്കരുത്. എല്ലാവർക്കും എല്ലാവരെയും സഹായിപ്പാൻ സാധ്യമല്ല, പക്ഷേ സകലർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഈ 85-ാമത്തെ വയസ്സിൽ ഞാൻ ഇതുപോലെ ആയിരിക്കുന്നത്. കട്രായിൽ തുടങ്ങിയ ഒരു ചെറിയ വേല ഇന്ന് വടക്കേ ഇന്ത്യ മുഴുവൻ പടർന്നു നിൽക്കുന്നത് നിങ്ങൾ അനേകം എല്ലാവരും ഒത്തിരി പേരും പ്രാർത്ഥിച്ചിട്ടാണ്. ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, എങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഓർപ്പിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. എങ്ങനെയാണ് ആളാം പ്രതി ഒരാൾ വേറൊരാളോട് സുവിശേഷം പറയുന്നത്? ഇന്ന് ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കും. എന്തുവാ, എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്? എൻ്റെ പ്രസംഗത്തിന് ഒരു ബൈബിൾ സ്കൂളിലെ ആരെങ്കിലും മാർക്കിട്ടാൽ ഞാൻ തോറ്റുപോകാനാണ് സാധ്യത. അവിടെ പറയും അവരെങ്ങനെ നിൽക്കണം, എങ്ങനെയാണ് കൈ അനക്കേണ്ടത്, എങ്ങനെയാണ് വേദോത്സവം വായിക്കേണ്ടത്. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കതിൻ്റെ പേര് പോലും അറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്. ഞാൻ പട്ടാളത്തിലിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. അന്ന് തന്നെ ഞാൻ കുഞ്ഞിരാമനോട്, മണിമലക്കാരൻ കുഞ്ഞിരാമനോട്, എൻ്റെ അടുത്ത മുറിയിൽ താമസിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ലില്ലിയും കൂടെ ഒരു വീട്ടിൽ മുറിയിൽ, അതിനപ്പുറത്ത് കുഞ്ഞിരാമനും ഭാര്യയും 2 പെൺമക്കളും കൂടെ. ഞാൻ കുഞ്ഞിരാമനോട് സുവിശേഷം പറഞ്ഞു. എങ്ങനെയാണ് പറയേണ്ടതെന്ന് ആരും എന്നെ പഠിപ്പിച്ചില്ല. എൻ്റെയൊക്കെ ചോദിക്കും, നീ രക്ഷിക്കപ്പെട്ട് 3 മണിക്കൂറേ ആയല്ലോ, എങ്ങനെ എന്തുവാ സുവിശേഷം പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം, വളരെ എളുപ്പം. 4 കാര്യം പറഞ്ഞു. ഒന്ന്, ഞാൻ പാവിയാണ്. കുഞ്ഞിരാമന് നല്ലപോലെ അറിയാം. രാവിലെ അത് കുഞ്ഞിരാമൻ സിഗരറ്റ് വലിക്കത്തില്ല. ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കള്ളു കുടിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പട്ടാളത്തിലെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന വ്യക്തിയാണ്. കുഞ്ഞിരാമൻ അറിയാം. ഞാൻ അവിടുത്തെ ഡീസൽ മോഷ്ടിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കുഞ്ഞിരാമനും മോഷ്ടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, കാരണം അവരുടെ സ്റ്റൗ കത്തിക്കാനായിട്ട്. കുഞ്ഞിരാമൻ പറയും പാപിയാണ്. ഞാൻ പറഞ്ഞു, 1, ഞാൻ പാപിയാണ്. 2, ഞാൻ ഇന്ന് യേശുക്രിസ്തുവിനെ പറ്റി കേട്ടു. 3, ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശുക്രിസ്തുവിനെ രക്ഷിച്ചു. 4, എന്നെ രക്ഷിച്ചവർ നിങ്ങളെയും രക്ഷിക്കാം. 4 കാര്യം പറഞ്ഞു. നിങ്ങൾക്കും അത് പറയുവാൻ കഴിയും. എഴുതിയെടുക്കണോ? ഒന്നുകൂടെ പറയാം. ഞാനൊരു പാപിയാണ്, ആയിരുന്നു. ഞാൻ യേശുക്രിസ്തുവിനെ പറ്റി കേട്ടു, ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവൻ എന്നെ രക്ഷിച്ചു. എന്നെ രക്ഷിച്ചതുപോലെ നിങ്ങളെയും രക്ഷിക്കുവാൻ അവന് മനസ്സുണ്ട്. 4 കാര്യങ്ങൾ ഞാൻ പ്രസംഗിച്ചു, ആരും പഠിപ്പിച്ചിട്ടല്ല. അത് കഴിഞ്ഞും വെച്ച് ഞാൻ പോയി. ഞാൻ ആളുകളോടൊക്കെ അടുത്ത ദിവസം തൊട്ടൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറയാൻ കഴിഞ്ഞപ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ഇന്നും ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് ആളാം പ്രതി, എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടി. എത്ര മിനിറ്റ് കൊണ്ടാണ് പറയുന്നത്? ബൈബിൾ സ്കൂളുകാർ പറഞ്ഞാട്ടെ, എത്ര വേണം? 45 മിനിറ്റ് കൊണ്ട് പഠിക്കും. എങ്ങനെയാണ് ആളാം പ്രതി സുവിശേഷം, പേഴ്സണൽ ഇവാഞ്ചലിസം എങ്ങനെയാണ്? അവർക്ക് ആർക്കും അറിയത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ബൈബിൾ സ്കൂളിലെ ഗ്രാജുവേറ്റ്, ഒരു പാസ്സായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് വന്നു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വേറൊരു ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് വന്നു. സാറേ, സുവിശേഷം കേൾക്കാൻ വന്നതാണ്, മലയാളിയാണ്. ഞാൻ ഈ സുവിശേഷക്കാരെ വായിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ബ്രദറിൻ്റെ മുറിയിലോട്ട് പോയാട്ടെ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രക്ഷ പറഞ്ഞിട്ട് രക്ഷയുടെ അനുഭവത്തിൽ നടത്തിയാട്ടെ. അദ്ദേഹം കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടാണോ? അല്ല, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വരണം കേട്ടോ. PG വർസ് പ്രസംഗിക്കുമ്പം ആരൊക്കെ ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കൈവെക്കുമെന്ന് പറയുമ്പോൾ കൈവെക്കണം. അതാ പറഞ്ഞു കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്? ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കണം, പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കണം. തിയറിയായിട്ട് 45 മിനിറ്റ് ഞാൻ ആരും ബൈബിൾ സ്കൂളുകാരുടെ കുറ്റം പറയുകയല്ല കേട്ടോ, എങ്കിലും പരമാർത്ഥം പറയുകയാണ്. ബൈബിൾ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അധികം പേർക്കും ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലോട്ട് നടക്കുവാൻ അറിഞ്ഞുകൂടാ. അവരെ പഠിപ്പിക്കുന്നില്ല. തിയറിയുണ്ട്, പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ എല്ലാ സഭകളിലെ എല്ലാ വിശ്വാസികളും അവർ സുവിശേഷം പറയുവാൻ പഠിക്കട്ടെ, അവരെ പഠിപ്പിക്കട്ടെ. ആരെങ്കിലും ഇക്കാര്യത്തിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഒരു സംഘടനയുണ്ട്, ഞാൻ നോക്കട്ടെ സംഘടന പേര്, ഇവാഞ്ചലിസം എക്സ്പ്ലോഷൻ, അമേരിക്കയിൽ. പാസ്റ്റർ മോൺഗോമറി, പ്രെസ്ബിറ്റേറിയൻ പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തതാണ്, അധ്യാപകരുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തതാണ് അമേരിക്കയിൽ. നല്ല അസാധാരണമാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികളെ പാസ്റ്റർമാരുടെയൊക്കെ പറയുകയാണ്, പട്ടക്കാരുടെ, മർത്തോമക്കാർ, യാക്കോബക്കാർ, ആരും ആയിക്കോട്ടെ, കാരണം ഇത് സ്ഥാപിച്ച ആൾ പ്രെസ്ബിറ്റേറിയൻ പാസ്റ്ററാണ്. ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും.
നിങ്ങളുടെ സഭ ഒരൊറ്റ വർഷം കൊണ്ട് ഡബിളാകും, ഞാൻ എഴുതി തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കണ്ടുപിടിച്ചാട്ടെ. എവാഞ്ചലിസം എക്സ്പ്ലോഷൻ വെബ് പേജിനകത്ത് അടിച്ചിട്ട് അവരെ വിളിച്ചാൽ മതി. അവർ വരും. അവർ മലയാളം അറിയാവുന്നവരുണ്ട്. മലയാളികൾ വരും, ഹിന്ദിക്കാർ വരും, ഇംഗ്ലീഷുകാർ വരും. നിങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിക്കും. 3 മാസത്തെ 4 ദിവസത്തെ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സഭ ഡബിളാവും. എഴുതി തരാം. നിങ്ങൾ കണ്ടടച്ചു കേട്ടോ. പോയി കാണണം. നിങ്ങൾ അവരെ വിളിക്കണം. അവർ വരും, ക്ലാസ് എടുത്തു തരും. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പഠിച്ചത് വേറൊരു വിധത്തിലാണ്. കാരണം ഞാൻ പ്രാക്ടിക്കലായിട്ട് പഠിച്ചാണ്. മോണ്ട്ഗോമറി പഠിപ്പിച്ചല്ല. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഞാൻ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പോകുന്നത്? ഞാൻ സുവിശേഷം പറയാൻ പോകുന്ന സമയത്ത് തന്നെ പട്ടാളത്തിരിക്കുമ്പോഴാണ് ചെയ്ത് തുടങ്ങിയത്, അല്ലേ? പ്രാക്ടിക്കലായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ എനിക്കൊരു പുതിയ നിയമം കിട്ടി. അത് ഇന്ന് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അമേരിക്കയിലുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും, അല്ലേ? സോൾ വിന്നേഴ്സ് ന്യൂ ടെസ്റ്റമെൻറ്റ് വാങ്ങിക്കുന്നത് നല്ലതാണ്. അന്ന് ഡൽഹിയിലെ ആൾ ഇന്ത്യ പ്രയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പിലുണ്ടായിരുന്നു. 25 പൈസയായിരുന്നു ഒരെണ്ണത്തിന്. ഞാൻ കുറച്ച് വരുത്തി. അതിനകത്തു നിന്നാണ് ഞാൻ പഠിച്ചത്. വാസ്തവത്തിൽ അതിനകത്തു നിന്ന് പഠിച്ചതാണ് ഇത് കേട്ടോ. അതിനകത്ത് വളരെ വിശാലം. നിങ്ങളത് വായിച്ചെങ്ങനെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തു. അതിനകത്ത് അടിവരയിട്ടുണ്ടായിരുന്നു 4 വാക്യങ്ങൾ. അസാധാരണ. ഈ 4 വാക്യമില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായ ആളാം പ്രതി സുവിശേഷം പൂർത്തിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ അടയാളപ്പെടുത്തി വെക്കും. കാരണം ഒരാളുടെ സംസാരിക്കാൻ തപ്പി നിൽക്കാനൊക്കത്തില്ല. അടുക്കള അധികം 2 കാര്യങ്ങൾ. ഒന്ന്, ഒത്തിരി നേരം തപ്പിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എവിടെയാണൊക്കെ ആടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒത്തിരി വാക്യങ്ങൾ പറഞ്ഞാലും അയാൾക്ക് ബോറടിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര കുറച്ച് വാക്യങ്ങൾ പറയുക, കുറച്ച് സമയം കൊണ്ട് പറയുക. ഞാൻ പഠിച്ചിട്ടുണ്ട്. 1 മിനിറ്റിനകത്ത് സുവിശേഷം പറയാൻ പഠിച്ചിട്ടുണ്ട്. 5 മിനിറ്റിനകത്ത് സുവിശേഷം പറയാൻ പഠിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പറയുമ്പോൾ 15 മിനിറ്റ് എടുത്താൽ അത് കൂടുതലാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. വ്യക്തിപരമായിട്ട് സുവിശേഷം പറയുമ്പോൾ. അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ മുറിക്കകത്തായിരിക്കണം. റോഡിൽ നിന്നോട് പറഞ്ഞാൽ നോക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അടയാളപ്പെടുത്തി വെക്കും. ഹല്ലേലൂയ. എളുപ്പം കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. 4 വാക്യങ്ങൾ. എന്നിട്ട് വേണമെങ്കിൽ പുതിയ നിയമത്തിനകത്ത് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെ സഹായിക്കത്തക്കവണ്ണം മറ്റു വാക്യങ്ങളും ഉപയോഗിക്കാം. എൻ്റെ കയ്യിലൊരു പേന ഉണ്ടായിരിക്കും. ആ മനുഷ്യന് ഞാൻ ഈ പുതിയ നിയമം അയാൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അതിൻ്റെ അവസാനത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ പേരും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച തീയതിയും എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കും. എന്താണെന്നറിയാം? അതൊക്കെ ഓർമ്മയിരിക്കും. കാരണം ചടുക്കിച്ചുക്ക് എന്താ രക്ഷിക്കപ്പെട്ടെ അതെനിക്കറിയത്തില്ല. ശരി, എൻ്റെ ഭാര്യയ്ക്കും അറിയത്തില്ല എന്നാണ്. കാരണം പല ദിവസം പലപ്പോഴായിട്ട് കുറേശ്ശെ തീരുമാനമെടുത്ത് വന്നതാണ്. എന്നാൽ അതിന് വേണ്ടി അത് എഴുതുന്നത് അയാളുടെ പേരും എഴുതി തീയതി എഴുതി വെച്ച് കൈ കൊടുക്കും. ഞാൻ ഒപ്പിട്ട് കൊടുക്കും വെച്ചാട്ട്. ഒക്കുമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറും എഴുതി കൊടുക്കും. അന്ന് ഫോൺ നമ്പരും ഒന്നുള്ള കാലമല്ല, എങ്കിലും എഴുതി കൊടുക്കും. ഒരു ഉദാഹരണം പറയാം. ഞാൻ പട്ടാളത്തിലാണ്. ഒരു ദിവസം കൽക്കരി വാങ്ങിക്കണം. തണുപ്പായി. കൽക്കരി വീട്ടിൽ തീർന്നു പോയി. കൽക്കരി വെച്ചിട്ട് മുറി ചൂടാക്കണം. അല്ലെങ്കിൽ കുഞ്ഞിന് അസുഖം വരും. കുഞ്ഞ് ജനിച്ചിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ജനുവരി 19-ാം തീയതി ജനിച്ചത്. ആദ്യം വാങ്ങിച്ചുകൊണ്ട് 1 ചാക്ക് കൽക്കരി തീർന്നു പോയി. അപ്പം ഞാൻ വെച്ച് കൽക്കരി വാങ്ങിക്കാം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ഒജ്ജ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണിയാരെന്നാണ് അർത്ഥം. ആ ഒരു ഒജ്ജ പറഞ്ഞ് ഞാനും വരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ പോയി. അപ്പോൾ ഞാനിവിടെ പോയി ട്രാക്റ്റ് കൊണ്ടേ പോകത്തുള്ളൂ. എൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ച് ട്രാക്റ്റ് വേണം. അത് ആ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. കുറച്ച് ട്രാക്റ്റ് ഏതെങ്കിലും ഒരു ചെറിയൊരു പുസ്തകമൊക്കെ ഇന്നത്തെ കാലത്തായിട്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് വായിച്ചാൽ ഒരു പുസ്തകം ഇരിക്കട്ടെ. രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു പുതിയ നിയമം, രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരു ട്രാക്റ്റ് എന്തെങ്കിലും കൊടുക്കണം, അല്ലേ? അതിനകത്ത് നിങ്ങൾ ആ ഫോൺ നമ്പരോ ഒക്കെ എഴുതി കൊടുക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ട്രാക്റ്റുമൊക്കെ എടുത്ത് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. ഒജ്ജയും കൂടെ വരുന്ന 1 മണിക്ക് മുമ്പേ ഞങ്ങൾ കൽക്കരി കിട്ടുന്ന പട്ടാളത്തിൻ്റെ ഡിപ്പോയിൽ ചെല്ലണം. അവിടെ ചെന്നിട്ട് രൂപ കൊടുത്തിട്ട് റെസീറ്റ് വാങ്ങിക്കണം. എന്നിട്ട് പോയി വാങ്ങിച്ചുകൊണ്ട് പോരണം. 1 മണിക്ക് മുമ്പേ രൂപ അടച്ചില്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് മണി 12 മണിയായി. 12 മണിക്ക് ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം 1/2 മണിക്കൂറുണ്ട് ബസ്സിനകത്ത് പോകാൻ. പട്ടാളത്തിൻ്റെ വണ്ടി. ഞങ്ങൾ പട്ടാളത്തിൻ്റെ യൂണിഫോമിലാണ്. വരുന്ന വണ്ടിക്കൊക്കെ ഞങ്ങൾ കൈ കാണിക്കണം നിർത്തിയായിട്ട്. ഒരു വണ്ടിയും നിർത്തുന്നില്ല. പട്ടാളത്തിൽ യൂണിഫോമാണ്. എല്ലാവരും വിട്ടങ്ങ് പോവുകയാണ്. അടിച്ച് വിട്ടു പോവുകയാണ്. അന്നേരം ഈ ഒജ്ജ എന്നെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചോ, നീ വലിയ വാചകം അടിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ട് 3 മാസമേ ഉള്ളൂ. ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസമേ ഉള്ളൂ. പറഞ്ഞു, നീ വലിയ വാചകം അടിക്കുമല്ലോ. യേശുക്രിസ്തുവിൻ്റെ നീ പ്രാർത്ഥിച്ചാണ്, എന്താ വണ്ടി ഒന്നും നിർത്താത്തേ? ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി നിർത്തും, പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ വാചകം അടിക്കുന്ന കൂട്ടത്തില്ല അന്നും കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ച ഉടനെ കർത്താവിൻ്റെ ഒക്കെ പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന എടുക്കലൊക്കെ സുവിശേഷം പറഞ്ഞാട്ടെ. ഞാൻ എല്ലാവർക്കും കൊണ്ടുവന്ന് ഓരോ ട്രാക്റ്റ് കൊടുത്തു. ഹിന്ദിയിലുള്ള ട്രാക്റ്റ് കൊടുത്തു, ഇംഗ്ലീഷിലുള്ള, എൻ്റെ പല ഭാഷയിലുള്ള ട്രാക്റ്റ് കാണും. പട്ടാളത്തിരിക്കുന്ന കാര്യം പറയാണ് കേട്ടോ. അവരവർക്ക് ഏത് ഭാഷയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മലയാളിയാണെങ്കിൽ മലയാളി, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷിനകത്ത് ഇംഗ്ലീഷ് കൊടുത്തു പോയപ്പോൾ ഒരു പട്ടാളക്കാരനൊക്കെ ചെയ്ത് ഇത് വായിച്ചിട്ടൊന്ന് ഞാൻ ഇങ്ങനെ വന്നു നിന്നു.
കർത്താവിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു, കർത്താവ് ഇനിയും വരുന്ന വണ്ടി നിർത്തണേ. ഞാൻ കൈ കാണിച്ചിട്ടും വണ്ടി നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് നീയല്ലേ പറഞ്ഞ സുവിശേഷം പറയാമെങ്കിൽ ഞാൻ എല്ലാവർക്കും ട്രാക്ട് കൊടുത്തു. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെയൊക്കെ പറഞ്ഞ സുവിശേഷം പറയാനാ, ട്രാക്ട് കൊടുക്കാനല്ല പറഞ്ഞ്. ഇനി പറയാൻ എനിക്ക് വലുതായിട്ട് അറിയത്തുമില്ല കേട്ടോ. എൻ്റെ ഹിന്ദിയൊക്കെ വളരെ ലിമിറ്റഡാണ്, വാക്യങ്ങളൊന്നും അറിയത്തുമില്ല. രക്ഷ എന്നുള്ളതിന് ഹിന്ദി അറിയത്തില്ല, മലയാളമല്ലല്ലോ. അന്നേരം ഒരു ഹിന്ദിക്കാരൻ എൻ്റെ വന്നു വെച്ച് പറഞ്ഞു, ഇതെന്തുവാന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ഇതെന്തുവാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വാക്യം വായിച്ചു, ഇംഗ്ലീഷിനകത്താണ് കേട്ടോ, ഹിന്ദിയിലാണ് കേട്ടോ. അത് വായിച്ചു. അതിനകത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞാണ്, ഞാൻ നിന്നെ പിടിച്ചോളാം. ഞാൻ അവർക്ക് പറഞ്ഞു, എൻ്റെ കർത്താവ് പറഞ്ഞു, അങ്ങനെ നല്ല എഴുതിയിരിക്കുന്നത് കേട്ടോ. ഞാൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, എനിക്കത് ഹിന്ദി അറിയാൻ വയ്യാത്തുള്ളൂ. ഞാൻ നിന്നെ പിടിച്ചോളാം. അയ്യോ, അങ്ങനൊരു ദൈവം ഉണ്ട് എന്നെ പിടിക്കാൻ. എൻ്റെ കൈക്ക് പിടിക്കുന്ന ദൈവം, അവൻ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവം എന്നൊക്കെ പറഞ്ഞു, നീ ഞാൻ വണ്ടി നിർത്തി തരാം. ഞാൻ ഉജ്ജയൊക്കെ പറഞ്ഞു, ഉജ്ജ വണ്ടി നിർത്താൻ പോകണം കേട്ടോ. കർത്താവ്, എനിക്ക് അരമണിക്കൂറേ ഉള്ളൂ, പോയെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, വണ്ടി നിർത്താൻ പോവാണ്. അടുത്ത് വരുന്ന ഒരു ജീപ്പ് അടിച്ച് കസ്തറി വരികയാണ്. കള്ളം പറയത്തില്ല അവർക്ക് ചേട്ടൻ. ഒരു ജീപ്പ് അടിച്ചോട്ട് വരികയാണ്. കൈ കാണിച്ചു, വണ്ടി കൊണ്ട് നിർത്തി. ഒരു ക്യാപ്റ്റൻ ഇരിക്കുകയായിരുന്നു മുമ്പിൽ. എന്നൊക്കെ പറഞ്ഞു, എളുപ്പം കയറി, ഞങ്ങൾക്ക് സപ്ലൈ പോയി പോകണം. ഇനി രസം നോക്കിയേ, ഞങ്ങൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ പോയത് ഉദംപൂരിലോട്ട് പോവുകയാണ്, കാശ്മീർ ശ്രീനഗറിലോട്ട് പോവുകയാണ്, അതിനപ്പുറത്തോട്ട് പോവുകയാണ്. സപ്ലൈ ഡിപ്പോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് വെച്ച് അകത്തോട്ട് 1 കിലോമീറ്റർ പോകണം. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ജീപ്പ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കയറ്റി നിർത്തി. അകത്ത് കയറി കഴിഞ്ഞുടനെ ഒജ്ജ പോലും വിറച്ചു പോയി. ഒജ്ജ പറഞ്ഞു, നിൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇത് ഉദംപൂരിലേക്ക് പോകുന്നതായിരുന്നെങ്കിൽ, ശ്രീനഗറിലേക്ക് പോകുന്നതായിരുന്നെങ്കിൽ നമുക്ക് 1 കിലോമീറ്റർ, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സമയം കഴിഞ്ഞു പോകുമായിരുന്നു. നേരെ അകത്തോണ്ടി വന്നു. ഒജ്ജ എൻ്റെ പറഞ്ഞു, നിൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന. ഞാൻ പറഞ്ഞു, ഒജ്ജ ഞാൻ അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോകാം. നീ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച യേശുവിൻ്റെ ശിഷ്യനായി പറഞ്ഞു. സാധിക്കല്ലേ, വേണ്ട. അവൻ പോലും ഭയപ്പെട്ടു പോയി. നീ കേട്ടോ, തീർന്നില്ല. ഞാനവിടെ ചെന്നു, ലൈൻ നിൽക്കുകയാണ്. അന്നേരം അവിടുത്തെ പട്ടാളക്കാർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അവിടുത്തെ സ്റ്റോറിൻ്റെ ഇൻചാർജ് ഇപ്പുറത്തോട്ട് ഇറങ്ങി വരുന്നു. ഈ സ്റ്റോറിൻ്റെ കൽക്കരിയുടെ അല്ല, മൊത്തം സ്റ്റോറിൻ്റെ അരി, ആട്ട, സപ്ലൈ ഡിപ്പോയാണ്. അരി, ആട്ട, പഞ്ചാര എല്ലാത്തിനും കിട്ടുന്നതിൻ്റെയും ഡീസലും ഒക്കെ കിട്ടുന്നതിൻ്റെയും ആൾ വരികയാണ്. അപ്പോൾ അയാൾ എൻ്റെ അടുക്ക വന്നിട്ടായി കമ്പിളിയൊക്കെ വാങ്ങിക്കുന്നത്. അവരുടെ സ്റ്റോർ വേറെ, ഞങ്ങളുടെ സ്റ്റോർ വേറെ. അപ്പോൾ എൻ്റെയൊക്കെ വരുന്നോണ്ടറിയാം, അയ്യോ വർഗീസ് സാറേ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, കൽക്കരിക്ക് വന്നതാ. പക്ഷേ നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്യുക, അരുവായിക്കൊണ്ടാ. ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന ഒരു ചാക്ക് എൻ്റെ കമാൻഡിങ് ഓഫീസർക്ക് വേണ്ടി പൊടിയില്ലാത്ത വലിയ വലിയ കൽക്കരി എടുത്ത് വെച്ചിരിക്കുക, എടുത്തോണ്ട് പോയാട്ടോ. ഇല്ല, ഞാൻ അവിടെ കൊണ്ടുതരാം. അയാൾ വണ്ടി വിട്ടത് എനിക്ക് തന്നു. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമ്മൾ ഓരോരുത്തരോട് സുവിശേഷം പറയുവാൻ ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് ദൈവം എന്നെ സഹായിച്ചത്. വെറുതെ സഹായിച്ചത് മാത്രമല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ട്രാക്ട് ഉണ്ടായിരിക്കും, എൻ്റെ പുസ്തകം ഉണ്ടായിരിക്കും. ഞാൻ എങ്ങനെയാണ് ഒരാളിനെ കാണുന്നുടനെ എന്തു ചെയ്യണം? നമ്മുടെ ഇതൊക്കെ ഉണ്ട്. ചെന്ന് കഴിപ്പിച്ചു, ഹലോ സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ സാറേ? ഞാൻ എൻ്റെ പേര് PG വർഗീസ് എന്നാണ് കേട്ടോ. എന്നിട്ട് പട്ടാളക്കാരനാണെങ്കിൽ ഞാൻ പറയായിരുന്നു, എൻ്റെ പേര് ഹവൽദാർ PG വർഗീസ് എന്നാണ്. വര കാണുമ്പോഴേ അറിയാം, 3 വരെയുണ്ട്. ഹവൽദാർ PG വർഗീസ് എന്നാണ്. ഇപ്പോഴാണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു പള്ളിയിലെ പുരോഹിതനാണ്, പട്ടക്കാരനാണ്. അങ്ങനെ പറഞ്ഞെങ്കിലേ അവർക്ക് മനസ്സിലാവും. പാസ്റ്റർ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്തോ പോസ്റ്ററാണോ എന്ന് ചോദിക്കാം. അല്ല, ഇവിടുത്തുകാർക്കറിയാം, നമ്മുടെ നാട്ടിലുള്ളവർക്കറിയാം. ഞാൻ പറയും, ഞാനൊരു പള്ളിയിലെ പട്ടക്കാരനാണ്, ഫാദർ ഓഫ് എ ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യം പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി ചോദിക്കും, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയാൻ. അല്ലാതെ കൂടുന്നല്ല, സാറേ എന്തൊക്കെ വിഷയം, കാരണം കല്യാണം കഴിച്ചാണോ, മക്കളുണ്ടോ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രാർത്ഥനയുടെ വിഷയം കിട്ടും. ഇമ്പോർട്ടൻ്റ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. 2, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയം മനസ്സിലാവും. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറയണം. 3ാമത്തെ കാര്യം, ഞാൻ ഒരു പള്ളിയിലെ പട്ടക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പാസ്റ്ററാണ്, ഞാനൊരു സുവിശേഷം അതൊന്നും പറയത്തെ മനസ്സിലാകത്തില്ല. ഞങ്ങളന്ന് പറയുന്ന മജബ് ക പ്രചാരക്ക്, ഞങ്ങളൊരു മതപ്രസംഗകനാണ് എങ്കിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെപ്പറ്റി ഒന്ന് പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കൈപിടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു ദൈവത്തെപ്പറ്റി പറയാം. നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി പറയാം. നിങ്ങളുടെ ദുഃഖസമയത്ത് നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ സന്തോഷ സമയത്ത്, നിങ്ങൾ രോഗിയായിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എപ്പോഴെല്ലാം സഹായം ആവശ്യമുണ്ടോ ആ സമയത്ത് സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെപ്പറ്റി പറയാം. അവർക്ക് അറിയാമെങ്കിൽ യേശുവിനെ പറ്റി പറയട്ടോ എന്ന് ചോദിക്കാം. യേശുവിനെ പറ്റി അറിയാം. എന്തോ അറിയാമെന്നേ? യേശു ക്രിസ്ത്യാനി അല്ല. ഞാൻ കുറച്ചുകൂടെ വിശദമാക്കട്ടെ, അങ്ങനെ പറഞ്ഞു തുടങ്ങാം. 4 വാക്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ 4 വാക്യത്തിൻ്റെ അടിയിലാണ് വേറെ കുറേ ചില വാക്യങ്ങളൊക്കെ തൂങ്ങിക്കിടക്കേണ്ടത്. 4 വാക്യങ്ങൾ. നിങ്ങൾ സുവിശേഷം പറയണമെങ്കിൽ 4 വാക്യങ്ങൾ.
ഒരു ദിവസം എൻ്റെ മരുമകൾ എൻ്റെയൊക്കെ ചോദിച്ചു, വണ്ടിക്കകത്തിരിക്കുക, ഞങ്ങൾ എവിടെയോ വെച്ച് യാത്ര ചെയ്യുമ്പോൾ എൻ്റെയൊക്കെ ചോദിച്ചു, വടക്കേന്ത്യയിലെവിടെയാണ്, ഡൽഹിയിലെവിടെയാണ്, എൻ്റെയൊക്കെ ചോദിച്ചു, ഡാഡി സുവിശേഷം പറയുന്നത് എങ്ങനെ എനിക്കും എൻ്റെ ആശുപത്രിയിലുള്ള വരുന്നവരുടെക്കൽ അവൾ പല ആശുപത്രിയിൽ അവൾ പോയിട്ട് ഫ്രീ ആയിട്ട് ക്രിസ്തീയ ആശുപത്രികളിൽ ഫ്രീ ആയിട്ട് സർജറി നടത്തും. സർജറി ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. പറഞ്ഞു, എങ്ങനെയാണ് സുവിശേഷം പറയുന്നതെന്ന് പറയാമോ? ഞാൻ ഈ 4 വാക്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൾ അടുത്ത ദിവസം 2 പേരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈ 4 വാക്യങ്ങൾ. ഒന്ന്, റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. സുപ്രസിദ്ധമായ ഒരു വ്യത്യാസമില്ല. കത്തോലിക്കയിലെ പോപ്പ്, മർത്തോമയിലെ വലിയ തിരുമേനി, ഒരു വലിയ അമ്പലത്തിലെ പൂജാരി, ആരും ആയിക്കോട്ടെ, ഞാനും ഉൾപ്പെടെ സകലരും, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹിമയിൽ നിന്ന് വ്യക്തപ്പെട്ടു, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് വ്യത്യാസപ്പെട്ടു. വേണമെങ്കിൽ കഴിയുപോലെ വിശദീകരിക്കാൻ അധികം സമയം എടുക്കരുത്. റോഡിലാണെങ്കിൽ പ്രത്യേകിച്ച്, നമ്മുടെ മുറിയിലാണെങ്കിൽ കുറച്ചുകൂടെ പറയാം. എല്ലാവരും, സകല മതത്തിലെ സകലരും പാപികളാണ്. ഹിന്ദു മതത്തിനകത്ത് ഞാൻ വേറൊരു മതത്തിൻ്റെ കുറ്റം പറയുന്ന വ്യക്തിയല്ല, ഇതൊരു പരമാർത്ഥമാണ്. അവിടുത്തെ സന്യാസിമാരും ഒക്കെ രാവിലെ നദിയിൽ പോയിട്ട് കുളിക്കും. വീട്ടിലല്ല അവർ കുളിക്കുന്നത്, കഴിയുന്നതും ആറ്റിലായിരിക്കും. അവിടെ കുളിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അഹം പാവി, ഞാൻ പാപിയാണ്. സകലരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. തലച്ചോറ് ശകലമായിട്ടെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പറയും, ഞാൻ പാപിയാണ്. ഹല്ലേലൂയ, ഒരു വ്യത്യാസവും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാവരും പറയണം, നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തു. ഒരാൾ പാപിയാവാൻ എത്ര പാപം ചെയ്യണം? ഒരാൾ കള്ളനാകാനായിട്ട് എത്ര പ്രാവശ്യം മോഷ്ടിക്കണം? അതുകൊണ്ട് നമ്മളെല്ലാവരും പാപികളാണ്. അതെ, വേദപുസ്തകത്തിൻ്റെ പരമാർത്ഥം സകലരും പാപികളാണ്. പരമാർത്ഥം 1. 2, പരമാർത്ഥം 2. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ 2-ാമത്തെ വാക്യം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്താൽ മരണമാണ്. ഏത് മരണം? ശരീരത്തിനകത്തെ മരണമല്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ തന്നെ. അതിൻ്റെ 1-ാമത്തെ ഭാഗം നല്ല വർത്തമാനമല്ല, സുവാർത്തയല്ല, ഗുഡ് ന്യൂസ് അല്ല. ഹല്ലേലൂയ, ഇത് ബാഡ് ന്യൂസാണ്. സുവാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ കൃപാവരം, ദൈവത്തിൻ്റെ ദാനം, ദൈവം നമുക്ക് തരുന്നതായിട്ടുള്ള ഗിഫ്റ്റ്. ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷിനകത്ത് വായിക്കാം, മലയാളത്തിലാണ് കുറച്ചുകൂടെ സുന്ദരം, അല്ലേ? ദ വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത്, അത് ദുർവാർത്തയാണ്. ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്, ദൈവം തരുന്നതായിട്ടുള്ള ദാനമാണ്. ഇറ്റ് ഈസ് എറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്. അത് നിത്യജീവനാണ്. നിത്യമായിട്ടുള്ള 2 കാര്യമുണ്ട് സഹോദര. ഒന്ന്, നിത്യമായിട്ടുള്ള സ്വർഗം, നിത്യമായിട്ടുള്ള നരകം. രണ്ടും നിത്യമാണ്, മാറ്റമില്ലാത്തൊരു കാര്യം. അതുകൊണ്ട് ദൈവം തരുന്ന ദാനമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, ഞാൻ വിശദീകരിക്കും. ഞാൻ പറയുന്നു, ഞാനൊരു നല്ല പുസ്തകം താങ്കൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പുസ്തകങ്ങൾ കാണും, ചിലപ്പോൾ ബൈബിളായിരിക്കാം. ഇതാ രക്ഷ, ദൈവം തരുന്നതായിട്ടുള്ള രക്ഷ ഇതാണ്. ഇത് യേശുക്രിസ്തുവാണ്, കവറിങ്ങാണ്. യേശുക്രിസ്തുവിനകത്ത് നിങ്ങൾക്ക് രക്ഷ തരാൻ ആഗ്രഹിക്കുക. ഈ പുസ്തകം വാങ്ങിച്ചാട്ടെ, ആ പുസ്തകം ഇതോടെ വാങ്ങിക്കും. കണ്ടോ, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സമയത്ത് അവൻ്റെ രക്ഷയുടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചാൽ രക്ഷ, ഇല്ലെങ്കിൽ ശിക്ഷ. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, നമ്മൾ സ്വർഗത്തിന് അവകാശിയായി തരുവാൻ, നിത്യജീവൻ കിട്ടുവാനായിട്ട്, ആത്മീകമായിട്ടുള്ള മരണത്തിൽ നിന്ന് നമുക്ക് ജീവൻ ലഭിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. പാപം ചെയ്യുന്ന സമയത്ത് അവൾ മരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിന് പാപം എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാം? അറിയത്തില്ല. 1 വയസ്സുള്ള കുഞ്ഞ്, 2 വയസ്സുള്ള കുഞ്ഞ്, അതിൻ്റെ കയ്യിൽ ഒരു മുട്ടായിരിക്കും. നമ്മൾ വാങ്ങിക്കാൻ വരുന്നത് അടിക്കാൻ വരും, അറിഞ്ഞുകൊണ്ട് അടിക്കാൻ വരുന്നതല്ല, അതിനറിയാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇല്ലയോ? അല്ലേ? അയ്യോ, അതിന് നിഷ്കളങ്കരല്ലയോ? പക്ഷേ ഒരു 3 വയസ്സായി കഴിയുമ്പോൾ, നിങ്ങൾ മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് ചോദിക്കണം, 3 വയസ്സ് കഴിയുമ്പോൾ ഒരാൾക്ക് പാപബോധമുണ്ടാകുന്നു. സാധാരണ ആളുകൾ ചോദിക്കുന്നതാണ്, എത്രാമത്തെ വയസ്സിലാണ് എത്ര വയസ്സാകുമ്പോൾ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്? മനഃശാസ്ത്രന്മാർക്ക് ചോദിച്ചാട്ടെ, 3 വയസ്സിനും 4 വയസ്സിനും ഇടയ്ക്കായി കഴിയുമ്പോൾ എൻ്റെ മൂത്ത മകൻ രക്ഷിക്കപ്പെട്ടത് 3.5 വയസ്സിലാണ്. ചെറുതു റെമിനെ 3.5 വയസ്സ്. ബില്ലി ഗ്രാമിൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടത് 3-ാമത്തെ വയസ്സിലാണ്. ഒരു മനഃശാസ്ത്രമുള്ളവർക്ക് ചോദിച്ചാട്ടെ, അല്ലെങ്കിൽ ചിൽഡ്രൻസ് മിനിസ്റ്റർ നടക്കുന്നവർക്ക് ചോദിച്ചാട്ടെ, അവർ പറയും 3 വയസ്സിനകത്ത് തീരുമാനമെടുത്തിട്ടുള്ള അനേകം പേരും വിശ്വാസികളായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളും കേട്ടോ, 3 വയസ്സ് കഴിയുമ്പോൾ അവരെ രക്ഷയുടെ അനുഭവത്തോട് നടത്തണം. അവരെ കൊണ്ട് അനുതാപ പ്രാർത്ഥന പ്രാർത്ഥിപ്പിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ
യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിത്യരക്ഷ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. ഒരു വെടിക്ക് 2 പക്ഷി, ഒരു കവറിനകത്ത് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് മോക്ഷം കിട്ടണമെങ്കിൽ, രക്ഷ കിട്ടണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. രക്ഷിക്കപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല. നസ്രായനായ യേശുക്രിസ്തുവിനെ അവൻ 30 വർഷം ഭൂമിയിൽ ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ പാവപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്, അല്ലേ? റോഡിലാണ് ജനിച്ചത്. അയ്യോ, റോഡിൽ. അത് കഴിഞ്ഞിട്ട് ആ പുൽത്തൊട്ടി കൊണ്ട് കിടത്തിയത്. അവന് ദരിദ്രൻ്റെ പ്രയാസം അറിയാം, പണക്കാരന്. അവൻ 30 വയസ്സ് വരെ തടിയാശാരിയായിട്ടാണ് ജീവിച്ചത്. തടിയാശാരി അന്നത്തെ കാലത്ത് ഒന്നും അറിയാം, ഒരു തടി വാങ്ങിക്കണം പോയി, എന്നിട്ടത് വെട്ടണം, എന്നിട്ടത് അറക്കണം, എന്നിട്ടത് കയറി പലകയാക്കണം, എന്നിട്ടത് ഫർണിച്ചറാക്കണം, എന്നിട്ട് കൊടുക്കണം. എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താലും അന്ന് രൂപ കിട്ടുമോ? എനിക്കറിയാൻ കിട്ടത്തില്ല. ആശാരിമാർ വന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കൊല്ലന്മാർ വന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവന് പാവപ്പെട്ടവൻ, നിങ്ങൾ എത്ര പാവപ്പെട്ടവനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും അവന് നിൻ്റെ പ്രയാസം അറിയാം, നിൻ്റെ ദുഃഖം അറിയാം, നിൻ്റെ വേദന അറിയാം. പണക്കാരനാണെങ്കിലും നിൻ്റെ ഹൃദയത്തുടിപ്പ് അവർ മനസ്സിലാക്കും. ഒത്തിരി നിനക്ക് സ്വത്തുണ്ടായിരിക്കാം, പക്ഷേ നീ സമാധാനമില്ലാതെ കിടന്നുറങ്ങുന്ന വ്യക്തിയായിരിക്കാം. മദ്യപിക്കാതെ നിനക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് വരാം. ഹല്ലേലൂയ. പറയണം, സുവിശേഷം പറയണം. അത് കഴിഞ്ഞ് വെച്ച് അവൻ തൻ്റെ ആശാരിയുടെ കടയടച്ചു. അവൻ്റെ സാധനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുത്തു കാണും, എനിക്കറിഞ്ഞുകൂടാ. എന്നിട്ട് അവൻ വേദപുസ്തകം എടുത്തുകൊണ്ട്, വേദപുസ്തകം മനസ്സിനകത്താണ് അന്നത്തെ കാലത്ത്, അതെടുത്ത് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പോയി. ഹല്ലേലൂയ. അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. അവന് വേണമെങ്കിൽ കുറേ വാക്യങ്ങളോട് അതിനോട് ചേർത്ത് പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം പ്രധാനപ്പെട്ട വാക്യമല്ല, റോമർ 6:23 കൂട്ടിച്ചേർത്ത് പറയുന്നതാണ്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ത്യയെ മാത്രമല്ല, അമേരിക്കയെ മാത്രമല്ല, റഷ്യയെ മാത്രമല്ല, സൗദി അറേബ്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു. എന്താ കാര്യം? പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാ? അവൻ മരിച്ച് അവൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കുവാൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഞാനിത് പ്രസംഗിക്കാതെ ഒരിക്കലും എൻ്റെ സുവിശേഷ പ്രസംഗം നിർത്തത്തില്ല. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. എന്തിനാ മനുഷ്യപുത്രൻ വന്നത്? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ. ഹല്ലേലൂയ. ഞങ്ങൾ റേഡിയോയ്ക്കകത്ത് പ്രസംഗിക്കുമ്പം ദൈവം തൻ്റെ വചനം അയക്കുകയാണ് തിരഞ്ഞ് രക്ഷിക്കാനായിട്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കുന്ന സമയത്ത്, ഒരു പുസ്തകം കൊടുക്കുന്ന സമയത്ത് ദൈവം ഞങ്ങളെ അയക്കുകയാണ്. ദൈവം കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്ന. പാപികളെ രക്ഷിക്കാൻ വന്ന ഏക അവതാരം യേശുക്രിസ്തു മാത്രമാണ്, വേറെ ആരും വന്നിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ വന്നതിനാ പാപികളെ ശിക്ഷിക്കാൻ, അല്ലേ? जब जब दुनिया में पाप भरा है, पापियों को मार के, अधर्मियों को मार के ധാർമ്മിയോं को बचाने के लिए അവതാരം ആയ. എന്തുകൊണ്ടാണ് അവതാരങ്ങൾ വന്നത്? ലോകത്തിൽ പാപം നിറയുന്ന സമയത്ത്. ഈ ലോകത്ത് ഇനിയും പാപം നിറയാൻ വല്ലതും ഉണ്ടോ? ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാട്ടെ, എത്രയോ നാളുകളായിട്ട് കിടക്കുന്നു. എന്നാൽ പറയുന്നത് കേട്ടാട്ടെ, ലോകത്തിൽ പാപം നിറയുന്ന സമയത്ത് പാപികളെ നശിപ്പിച്ച്, അധർമ്മികളായിട്ടുള്ളവരെ നശിപ്പിച്ച് ധർമ്മികളെ രക്ഷിപ്പാൻ. ലോകത്തിൽ ധർമ്മികൾ ആരുണ്ട്? ആരുമില്ല, സകലരും പാപികളാണ്. എന്നാൽ പാപികളെ രക്ഷിപ്പാൻ വന്ന ഏക അവതാരം യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അത് വിളിച്ചു പറയും, യേശുക്രിസ്തു മാത്രമാണ് പാപികളെ രക്ഷിക്കാൻ വന്നത്, വേറെ ആരും വന്നിട്ടില്ല കേട്ടോ. ഇതാ റോമർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ തുടർച്ചയാണ് കേട്ടോ. 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, റോമർ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിക്കും. നമ്മൾ പാപികളായിരിക്കുമ്പോൾ മരിക്കാനായിട്ട് വന്ന ഏക അവതാരം. അവൻ രാജാവായിട്ട് വന്നതല്ല, രാജാവായിട്ട് ഭരിക്കാൻ വന്നതല്ല, ആരെയും ശിക്ഷിക്കാൻ വന്നതല്ല, പിന്നെയോ രക്ഷിപ്പാനായിട്ട് വന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്നതല്ല, എന്നെയാണ് കാണുന്നത്. ഇനിയും നിങ്ങൾ ക്രൂശിനെ കാണുമ്പോൾ എവിടെയെങ്കിലും ക്രൂശിൻ്റെ രൂപം കണ്ടാൽ ഹല്ലേലൂയ നിങ്ങൾ പറയണം, അവിടെ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടി പകരം മരിച്ചതാണ്. ഹല്ലേലൂയ. ഇതാ 1 യോഹന്നാൻ 1:7 വാക്യം. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ പറയാം, വേണ്ട എങ്കിൽ സമയമില്ലെങ്കിൽ അത് പറയാതെ വിട്ടുകളയാം. 3-ാമത്തെ വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. എന്താണ്? നിങ്ങളാരെങ്കിലും യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ, ഇംഗ്ലീഷിനകത്ത് വായിക്കട്ടെ, ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം, കൈക്കൊണ്ടാൽ, സ്വീകരിച്ചാൽ, ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുക. ഉറുദുവിനകത്ത് പറയുന്നത് കബൂൽ കർണ, ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ രക്ഷ, അല്ലെങ്കിൽ ശിക്ഷ.
അവനെ രക്ഷകമായിട്ട് സ്വീകരിച്ചാൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനെ സ്വീകരിക്കണം, അവൻ വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ട? അവൻ കന്യകയിൽ ജനിച്ചു, അവൻ ക്രൂശിൽ മരിച്ചു, അവൻ്റെ രക്തം എൻ്റെ സകല പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിച്ച് എന്നെ രക്ഷിക്കും. അവൻ എന്നെ നീതീകരിക്കും. ഇത് നീ വിശ്വസിച്ച് വിശ്വസിച്ചാൽ ദൈവമക്കളായിത്തീരും. ജനിച്ചത് പാപിയായിട്ട്, പക്ഷെ വീണ്ടും ജനിക്കുന്നത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ജനിക്കുന്നത് ദൈവവൈതലായിട്ട്. ആദ്യം ജനിച്ചത് ഞാൻ പാണയത്ത് പാപ്പിസാറിൻ്റെ മകനായിട്ട് ജനിച്ചു, അമ്മുക്കുട്ടിയുടെയും പാപ്പിസാറിൻ്റെയും മകനായിട്ട് ജനിച്ചു. എന്നാൽ യേശുക്രിസ്തുവിനെ ഒരു പട്ടാളത്തിൻ്റെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് 1971 ഒക്ടോബർ മാസം 1-ാം തീയതി രാത്രി 9:30 മണിക്ക് ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവവൈതലായി തീർന്നു. ഞാനൊരു ദൈവവൈതലാണ്. നല്ല ഉറപ്പ് എനിക്കുണ്ട്, അല്പം പോലും സംശയമില്ലാതെ. ചിലപ്പോഴൊക്കെ സംശയം വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ആ സമയത്തും ദൈവത്തിൻ്റെ വചനം എനിക്ക് ഉറപ്പ് തരും. ഇപ്പോഴൊന്നും ഉണ്ടാകത്തില്ല, ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അന്നോ ഞാൻ കോപിച്ചല്ലോ, ഭാര്യ ഒരിക്കൽ അടിച്ചല്ലോ, ഹല്ലേലൂയ. പക്ഷേ ആ അടിച്ച സമയത്തും ഒരു പെങ്കൊച്ചൊക്കെ ചോദിച്ചു, ആർ യു മാൻ ഓഫ് ഗോഡ്? യെസ് ഐ എം എ മാൻ ഓഫ് ഗോഡ്. ആർ യു സൺ ഓഫ് ഗോഡ്? യെസ് ഐ എം എ സൺ. ആർ യു സർവന്റ് ഓഫ് ദ ഹോളി? യെസ് ഐ ആം. ഞാൻ കോപിച്ചെന്നുള്ളത് ശരിയായിരിക്കാം, ഞാൻ എൻ്റെ ഭാര്യ അടിച്ചെന്നുള്ളത് ശരിയായിരിക്കാം, ഞാൻ ആ സമയത്തും എല്ലാം ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ. പാണയത്ത് പാപ്പിസാറിൻ്റെ മകൻ എൻ്റെ ശരീരത്തിനകത്തുള്ളത്, പക്ഷേ എൻ്റെ അകത്തുള്ളത് ഹല്ലേലൂയ യേശുക്രിസ്തു. നമ്മളെല്ലാവരും പാപികളാണ്. യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കാനായിട്ട് മരിച്ചു, അവൻ്റെ രക്തം നമ്മുടെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. സ്വീകാർ കർനാ ഹെ, കബൂൽ കർനാ ഹെ. ഹല്ലേലൂയ. അവനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവവൈതലായി കഴിഞ്ഞു. സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ശിക്ഷ. ഹല്ലേലൂയ. നമ്മൾ ദൈവവൈതലായി കഴിയും. പെട്ടെന്നുണ്ടാകുന്ന സ്പിരിച്വൽ ഒരു കൊച്ചു വര പോലെയുള്ളൂ. ഇനിയും പറഞ്ഞിട്ടുണ്ട്, ദൈവം നമുക്ക് വേണ്ടി ഒരു രക്ഷയുടെ മാർഗം തുറന്നാൽ ഒരു പർവ്വതത്തെ കയറാൻ പറയാനൊക്കത്തില്ല. നടക്കാൻ വയ്യാത്ത ഒരാൾ എങ്ങനെ പർവ്വതത്തെ കയറും? അല്ലേ? സകലർക്കും ചെയ്യാനൊക്കെ. 3.5 വയസ്സുള്ള ഒരു കൊച്ചിനും 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും കിടക്കുന്ന രോഗിക്കും രക്ഷിക്കപ്പെടാനൊരു മാർഗം വിശ്വസിച്ചാൽ മതി. ഒരൊറ്റ വര, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് മാറി നിൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളെത്ര ചെറിയ പാപിയായിരുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഒരാളുടെ സുവിശേഷം പറയുമ്പോൾ ഞാൻ അവർക്ക് പറയും, നിങ്ങളൊരു ചെറിയ പാപിയായിരിക്കാം, വലിയ പാപിയായിരിക്കാം, പക്ഷേ നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. 4ാമത്തെ തത്വം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്, ആരെങ്കിലും, ക്രിസ്ത്യാനി, അക്രൈസ്തവൻ, കൊച്ചുഭാവി, വലിയ ഭാവി, മഹാഭാവി, എത്ര വലിയ പരിചയം, എൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ ഈ വേദപുസ്തകം ഈ പറഞ്ഞത് പലസ്തീൻ നാട്ടിലുള്ളവർക്കാണ്, അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇംഗ്ലീഷിനകത്ത് വായിക്കാം. ബിഹോൾഡ് ഐ സ്റ്റാൻഡ് അറ്റ് ദ ഡോർ ആൻഡ് നോക്ക്. വെളിയിൽ നിന്നുണ്ടാകട്ടുന്നത്, യേശു അകത്തില്ല, വെളിയിലാണ്. വെളിയിലെങ്ങും പിടി കൊടുത്തിട്ടില്ല തുറക്കാനായിട്ട്. ഇന്നത്തെ കഥവിനൊക്കെ ചിലയിടത്തൊക്കെ കാണും. നല്ല കഥവിനൊന്നും വെളിയിൽ പിടി വെക്കത്തിൽ, ഉണ്ടെങ്കിലും അകത്തുനിന്ന് പൂട്ടിയിരിക്കാം. വെളിയിൽ നിന്ന് കൊട്ടുകയാണ് യേശുക്രിസ്തു. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ആരോ ഒന്ന് സുവിശേഷം പറയും, നിങ്ങൾക്കും തോന്നുന്നില്ലയോ ഈ യേശുവിനെ രക്ഷ കൊണ്ട് തോന്നുന്നുണ്ട്? അത് യേശു മുട്ടുകയാണ്, ഞാൻ മുട്ടുകയല്ല, യേശു മുട്ടുകയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ, പട്ടാളക്കാരൻ ശബ്ദം കേട്ടാൽ, ഓഫീസർ ശബ്ദം കേട്ടാൽ, ഒരു കൂലിപ്പണിക്കാരൻ ശബ്ദം കേട്ടാൽ, കോളേജ് പ്രൊഫസർ ശബ്ദം കേട്ടാൽ, ഒരു ഡോക്ടർ ശബ്ദം കേട്ടാൽ, ഈ കൊട്ടുന്നതായിട്ടുള്ള ശബ്ദം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനകത്ത് വരും. അവനകത്ത് വന്നിട്ട് നിന്നോടുകൂടെ, യേശു അകത്ത് വന്നിട്ട് നിന്നോടുകൂടെയും എന്നോടുകൂടെയും അത്താഴം കഴിക്കും എന്നുള്ളത് വായിക്കണം. ഹല്ലേലൂയ. അവൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് പലസ്തീൻകാർക്ക് നല്ലത് മനസ്സിലാകത്തുള്ളൂ. അവിടെ അത്താഴം ഒരു അതിഥി, യാത്രക്കാരൻ വന്നിട്ടൊരു വീട്ടിൽ ചോദിക്കുകയാണ്. അതാണ് ആരെങ്കിലും വെളിയിൽ നിന്ന് കൊട്ടുന്നത്. രാത്രി ഒരു വഴിയാത്രക്കാരൻ വന്ന് ചോദിക്കുക, സാറേ ഞാൻ ഇവിടുന്ന് അങ്ങ് ചെങ്കോട്ടയ്ക്ക് പോവുക, എനിക്ക് രാത്രി കിടക്കാനുള്ള സൗകര്യം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ലോഡ്ജിൽ പോയി താമസിക്കും. പഴയ കാലത്ത് ഞാൻ എത്രയോ വീടുകളിൽ താമസിക്കുന്നു. തിരുവല്ലയിൽ ഞാൻ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോയപ്പോഴേ നടന്നു പോവുകയാണ്. അപ്പോഴേ രാത്രി ഒരു വീട്ടിൽ പോയതാണ്. കരുണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, മേക്കപ്പുകാരനായിരുന്നു, ഒരു വലിയ കൂട്ടിലെ ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. വേറെ പുരുഷന്മാരില്ലാത്തൊരു വീട്ടിൽ കിടത്താൻ അവർക്ക് എന്നെ അറിയാം. ഞാൻ പണ്ടൊരിക്കൽ പോയി താമസിച്ച, എങ്കിലും അവർക്കൊരു വിഷമം. ഞാൻ ആരാന്നൊന്നും വലുതായിട്ട് അറിയത്തില്ല. അവർ പറഞ്ഞ് പ്രയാസമാണ്. ഞാനും പറഞ്ഞ് ഞാനങ്ങ് ഇറങ്ങിപ്പോയി. ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങോട്ടേ കുറച്ച് നീ ഇവിടെ പോയി താമസിക്കുന്ന, അന്നത്തെ കാലത്ത് ലോഡ്ജോ ഒന്നുമില്ല. അങ്ങോട്ട് ചെന്നപ്പോഴേ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടന്നു വരുന്നു.
ഞാൻ ആ മനുഷ്യൻ്റെയൊക്കെ ചോദിച്ചു, ഇവിടെ ഞാൻ ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ കാലത്ത് ഇതേ ഉള്ളൂ, TV ഉണ്ടല്ലോ, ട്രാവലേഴ്സ് ബംഗ്ലാവ്, എവിടെയാണ്, നിങ്ങളാരാ? ഞാൻ പറഞ്ഞു ഞാൻ പന്തളം പോളിടെക്നിക്ക് പഠിക്കുകയാണ്. ഇവിടെ എവിടെ പോയതാ? അപ്പം ഞാൻ വീട്ടിൽ വരുമൊക്കെ പറഞ്ഞ് കരണൻ്റെ വീട്ടിൽ പോയതാണ്. എനിക്കറിയാം. എന്താ കാര്യം? അദ്ദേഹം ഞാൻ ട്രാമയ്ക്കകത്ത് എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി കിടക്കാൻ ഒരു സൗകര്യം നോക്കി പോവുകയാണ്. അയാൾ എൻ്റെ വീട്ടിൽ വന്നാണ്. എന്നെ യാതൊരു പരിചയമില്ല. എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന് യൗവനക്കാരിയായ ഒരു മോളുണ്ടായിരുന്നു, 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടോ കൊച്ചിനെ, നല്ല സുന്ദരിയായ ഒരു പെങ്കൊച്ച്. എനിക്ക് പെട്ടെന്ന് തന്നെ മീനും ഒക്കെ വറുത്തുകൊണ്ട് തന്നു, ചോറ് കൊണ്ട് തന്നു. ഞാൻ ആഹാരമൊക്കെ കഴിച്ചോടെ കിടന്നു. നേരം വെളുത്തപ്പോൾ ഞാനങ്ങ് പോയി നന്ദി പറഞ്ഞിട്ടങ്ങ് പോയി. പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ ഒന്ന് കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ആ ബേക്കറി നടത്തിക്കൊണ്ടിരുന്നവരെ ആരെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു, ഒരിക്കലും നന്ദി പറയാനായിട്ട്, 2 പുസ്തകം കൊടുക്കാനായിട്ട്, ഒരു ഷർട്ട് വാങ്ങിച്ച് കൊടുത്താൽ കൊള്ളാം. എനിക്ക് ആരുടെയും കടക്കാരായിരിക്കും ഇഷ്ടമല്ല. ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്താൽ അവർക്ക് തിരികെ കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ എവിടെ അറിയും, ഞാൻ അന്വേഷിച്ച് നോക്കി, തിരുവല്ലായി പോയി അന്വേഷിച്ച് നോക്കി കേട്ടോ, പിടികിട്ടുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് അങ്ങനെയുള്ളൊരു യാത്രക്കാരൻ വന്നിട്ട് കഥ കൊട്ടിക്കഴിയുമ്പോൾ കഥ തുറന്നു കൊടുക്കുകയാണ്. അകത്ത് വരും. അകത്ത് വന്ന് വെച്ച് ആഹാരം വെക്കും. പലസ്തീൻ നാട്ടിനകത്ത് ഒരൊറ്റ പ്ലേറ്റിനകത്താണ് ആഹാരം വെക്കുന്നത്. ചപ്പാത്തി ഒരു പ്ലേറ്റ്, പച്ചക്കറി ഒരു പ്ലേറ്റിനകത്ത്, ഇറച്ചി ഒരു പ്ലേറ്റിനകത്ത്, തൈര് വേറൊരു പാത്രത്തിനകത്ത്, സാലഡ് വേറൊരു പാത്രത്തിനകത്ത്, എല്ലാം കൊണ്ടുവെക്കും. കൊച്ചു കൊച്ചു പ്ലേറ്റുകളില്ല. ഗ്ലാസ് വേറെ വേറെയാണ്. ഈ വന്ന ആളും ഈ അതിഥിയും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുന്നത്. ഇസ്രായേലുള്ളവരൊക്കെ ചോദിക്കണം, ഗൾഫിലുള്ള മുസ്ലിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്ത് നിൽക്കുന്നത് അവരങ്ങനെ ആഹാരം കഴിക്കുന്നത്? അതാണ് പറയുന്നത്. വന്നിട്ട് ഞാൻ അവൻ്റെ കൂടെ ആഹാരം കഴിക്കും. അവന് ജാതിയില്ലാത്ത ദൈവം യേശു ക്രിസ്തു, ജാതിയില്ലാത്ത ദൈവം യേശു ക്രിസ്തു, ജാതിയില്ലാത്ത ദൈവം യേശു ക്രിസ്തു, ജാതി മതഭേദമില്ലാത്ത നിറവ്യത്യാസമില്ലാത്തവൻ യേശു ക്രിസ്തു. അതവൻ വന്നിട്ട് നിൻ്റെ കൂടെ ആഹാരം കഴിക്കും. ഒരു പ്ലേറ്റിനകത്ത് വന്ന് ഇറച്ചി എടുത്ത് ഇറച്ചി കഴിക്കുമെങ്കിൽ, നിങ്ങൾ കഴിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ചോറ് കൊടുത്താൽ അവൻ കഴിക്കും. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അവനത് കഴിക്കും. യേശു കൊടുത്തതെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കൊടുത്തോ, മീൻ കഴിച്ചു, പച്ചക്കറി കൊടുത്തു, എന്ത് കൊടുത്താലും അവൻ കഴിക്കും. ഹല്ലേലൂയ. നീ കഴിക്കുന്ന നിൻ്റെ പ്ലേറ്റ് നിന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോന്നറിയാം? നിൻ്റെ ജാതി, മത, നിറ, തൊട്ടുതൊടിയല ഇതെല്ലാം ഞാൻ റദ്ദ് ചെയ്തിട്ട് ഞാൻ നിൻ്റെ കൂടെ സ്വന്തം സഹോദരനായിട്ട്, നിൻ്റെ വീട്ടുകാരനായിട്ട് ഞാൻ ആഹാരം കഴിക്കും. ഞാൻ പട്ടാളത്തിലായിരിക്കും. ഒരിക്കൽ മാത്രം എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരിക്കൽ മാത്രം. ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് മീത് സിംഗ്, MEET, മീത് സിംഗ്. ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നു. അദ്ദേഹം ഹൗൾദാർ മേജറാണ്, ഞാൻ കാൻറ്റീൻ മാനേജറാണ്. ഡൽഹിയിൽ വെഹിക്കിൾ ഡിപ്പോയിലാണ്. ഞങ്ങൾ ഒന്നിച്ചൊരു മുറിയിലാണ്. അതുപോലെ വേറെ ആരെയും ഞാൻ കൂട്ടുപിടിച്ചിട്ടില്ല. മഗ്ഗിനകത്ത് ചായ കൊണ്ടുവരും, പട്ടാളത്തിൻ്റെ മഗ്ഗിനകത്ത് ചായ കൊണ്ടുവരും. അദ്ദേഹം എനിക്കും കൂടെ ഒന്നിച്ചായിരിക്കും ചായ കൊണ്ടുവരുന്നത്. ചായ എടുത്തുമ്പോൾ ഒരു വശത്തൂടെ ഞാൻ കുടിക്കും, ആ എടുത്തുമ്പോൾ മറുവശത്തൂടെ അദ്ദേഹം കുടിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുഖം കഴിയുമ്പോൾ വെച്ച് ടവലിൻ്റെ ഒരറ്റത്തുനിന്ന് ഞാൻ മുഖം തുടയ്ക്കും, മറ്റേ അറ്റത്തുനിന്ന് ആളുകളൊക്കെ നോക്കി ചിരിക്കും. അദ്ദേഹം പഞ്ചാബി സിഖുകാരൻ, ഞാൻ കേരളത്തിലുള്ള ഒരു മലയാളി. എന്താ ഇതിൻ്റെ കാര്യം? ഞങ്ങളുടെ സുഹൃബന്ധം. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ വന്നിട്ട് നിൻ്റെ കൂടെ പ്ലേറ്റിനകത്തുനിന്ന് ആഹാരം കഴിക്കും, നീ എൻ്റെ സഹോദരനായി തീരും. യേശു നിൻ്റെ സഹോദരനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യകാലത്ത് കൊടുത്ത ഒരു ട്രാക്റ്റുണ്ട്, എവരി യോങ് ക്രൂസൈഡ് പബ്ലിഷ് ചെയ്യാണ്. ഓത്തേര മെത്ര ബെന്ന ചാത്തേ, നിൻ്റെ സ്നേഹിതനായി തീരുവാൻ കഴിയുന്നു. നിൻ്റെ ദുഃഖട സമയത്ത്, നിൻ്റെ വേദനകൾ, നിൻ്റെ രോഗത്തിനകത്ത്, നിൻ്റെ ബുദ്ധിമുട്ടിനകത്ത്, നിൻ്റെ പ്രയാസത്തിനകത്ത്, സകലത്തിലും അവൻ നിൻ്റെ കൂട്ടുകാരനായി തീരുവാൻ, നിൻ്റെ സഹോദരനായി തീരുവാൻ കഴിയുന്നു. എന്നിട്ട് പറയാൻ നിൻ്റെ കൂടെ അത്താഴം കഴിക്കും. വേറൊരു കാര്യം കൊണ്ട് മനസ്സില്ല, അവർ അത്താഴം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കിടന്നുറങ്ങും. വഴിയാത്രക്കാരനാ, എപ്പോഴാണ് പോകുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. ഉദയനക്ഷത്രം ഉദിക്കുമ്പോഴാണ്. രാവിലെ 4 മണിയായിരിക്കും, 4:30 ആയിരിക്കും. അവനറിയാം ഉദയനക്ഷത്രം പോട്ടെ വഴിയാത്ര. നേരം വിളക്കുന്നവരെ നോക്കിയിരിക്കത്തില്ല. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ യാത്ര ചെയ്യത്തില്ല. യാത്ര ചെയ്യുന്നത് ഉദയനക്ഷത്രം ഉദിച്ച് ഏകദേശം ഒരു 10 മണി. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും മരത്തണലിൽ അവർ വിശ്രമിക്കും. പിന്നെ വൈകുന്നേരം യാത്ര. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ ആണെന്ന് അറിയാമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ രാത്രി മുഴുവൻ നിൻ്റെ കൂടെ താമസിക്കും. നമ്മളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഒരു ഹിന്ദു സഹോദരനൊക്കെ ചോദിച്ചാട്ടെ, ഒരു സന്യാസിയോട് ചോദിച്ചാട്ടെ, അറിയാം നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മളുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഷ്ടകാലമാണ്.
ഇത് അന്ത്യകാലമാണ്. ഈ സമയത്തൊന്നും നല്ല വാർത്തയില്ല. പത്രം നോക്കിയാൽ നല്ല വാർത്തയില്ല, റേഡിയോയ്ക്കകത്ത് നോക്കിയാൽ നല്ല വാർത്തയില്ല, ടെലിവിഷനകത്ത് നല്ല വാർത്തയില്ല. യേശുക്രിസ്തു പറയാണ്, നിൻ്റെ ഈ കഷ്ടകാലത്ത്, ഈ കലിയുഗത്തിനകത്ത് ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഉദയനക്ഷത്രം ഉദിക്കുമ്പോൾ, എന്താണ് ഉദയനക്ഷത്രം ഉദിക്കുന്നത്? അത് വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറയുന്നതാണ്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് ഹല്ലേലൂയ ഉദയനക്ഷത്രം. അവൻ വരുന്നത് വരെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. ഇതാണ് ഞാൻ നാല് പറയുന്നത്. ഹല്ലേലൂയ. ഏതൊക്കെയാണ് 4 വാക്യങ്ങൾ? ഞാൻ വേഗത്തിൽ പറയാം, എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. ഒരാളുടെ സുവിശേഷം പറയാൻ റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവദേശമില്ലാത്തവരായി തീർന്നു. റോമർ 6:23. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. മൂന്നാമത്തെ കാര്യം, യോഹന്നാൻ 1:12. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഒരു വീണ്ടും ജനനം. നാലാമത്തെ കാര്യം, യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ അകത്ത് വരും. ഹല്ലേലൂയ. അവനോടുകൂടെ, നമ്മോടുകൂടെ അവൻ ആഹാരം കഴിക്കും. നമ്മുടെ സഹോദരൻ്റെ കൂടെ പാർക്കും. അവൻ കൂടെ പാർക്കും. നിൻ്റെ കഷ്ടകാലത്ത്, നിൻ്റെ കലിയുഗത്ത് നിൻ്റെ കൂടെ പാർക്കും. ഹല്ലേലൂയ. ഉദയനക്ഷത്രം ഉദിക്കുന്ന സമയത്ത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത്, കാഹളം ഊതുന്ന സമയത്ത് എടുക്കപ്പെടും. അല്ലെങ്കിൽ മരിക്കുമ്പോൾ കർത്താവിനോടുകൂടെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭക്തന്മാരായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസികൾ, യേശു ഭക്തന്മാർ മരിക്കുമ്പോൾ അവരുടെ അവസാന സമയത്ത് നെഞ്ചെടുപ്പും നിലവിളിയും മുറവിളിയുമല്ല, പിന്നെയോ സന്തോഷം. ഞാൻ എഴുതി വച്ചിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞെന്ന്. എൻ്റെ സമയം തീരുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ സമാധാനത്തോടെ കണ്ണുകൾ അടയ്ക്കുന്നു. എൻ്റെ പപ്പ മരിച്ചത് ആശുപത്രി കിടന്നു, അഞ്ചൽ മിഷൻ ആശുപത്രി കിടന്നിട്ടാണ് മരിച്ചത്. അവസാനം 3 പ്രാവശ്യം വിളിച്ചു, ഹല്ലേലൂയ 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 വിളിച്ചു മരിച്ചു. എൻ്റെ വേറൊരു അമ്മാച്ചൻ കൊല്ലത്ത് കൊച്ചോട്ടി സാറ് ആശുപത്രി കിടക്കുകയാണ്. അവിടെ കിടക്കുന്ന സമയത്താണ് മർത്തോമായിലെ അദ്ദേഹം മർത്തോമക്കാരനാണ്. വലിയ തിരുമേനി കാണാൻ ചെന്നു. വലിയ തിരുമേനി എന്ന് പ്രാർത്ഥിച്ചു ഇറങ്ങി ലിഫ്റ്റിനകത്ത് തിരുമേനി താഴെ വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മാച്ചൻ 3 പ്രാവശ്യം പറഞ്ഞു, സ്തോത്രം സ്തോത്രം സ്തോത്രം. മരിച്ചു. ക്രിസ്തുവിൽ മരിക്കുവാൻ ഹല്ലേലൂയ നിനക്ക് സാധിക്കും. സമാധാനത്തോടെ മരിക്കാൻ. 10 വയസ്സായിരിക്കാം, 50 വയസ്സായിരിക്കാം, 90 വയസ്സായിരിക്കാം. നിനക്ക് ക്രിസ്തുവിൽ മരിക്കുവാൻ സാധിക്കും. എപ്പോൾ? യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന് വേണ്ടി ജീവിക്കാമെങ്കിൽ. ഞാൻ ആ 4 വാക്യങ്ങൾ ഒരിക്കലൂടെ വായിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു നമ്മളെല്ലാവരും. ഹല്ലേലൂയ. റോമർ 6:23. ദൈവത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. നിത്യനരകത്തിൽ നിന്ന് ഞാൻ നിത്യജീവനായി തീർന്നു. എങ്ങനെ? യോഹന്നാൻ 1:12. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പണയത്ത് ബാപ്പിസാറിൻ്റെ മകൻ ദൈവവൈദ്യരായി തീർന്നതുപോലെ നിങ്ങൾക്കും ദൈവവൈദ്യരായി തീരാൻ തീർന്നില്ലെങ്കിൽ. അപ്പോൾ എൻ്റെ സുവിശേഷം പറയുമ്പോൾ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് അവസാനം വെളിപ്പാട് പുസ്തകം 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും, യേശു മുട്ടുകയാണ്, ആരെങ്കിലും യേശുവിൻ്റെ ശബ്ദം കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ യേശു അകത്ത് വരും. അകത്ത് വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു നിത്യമായിട്ടുള്ള മരണത്തിൻ്റെ അവസാനം വരെ, ജീവൻ്റെ അവസാനം വരെ, കർത്താവിൻ്റെ രണ്ടാമത് വരെയുള്ള ഒന്നിച്ചുള്ള ഒരു ജീവിതം. അത് കഴിയുമ്പോൾ സ്വർഗത്തിൽ, ഇവിടെ കർത്താവിനോടുകൂടെ, ഇവിടെ മരിക്കുമ്പോൾ സ്വർഗത്തിൽ കർത്താവിനോട്. ഇതിൽ കൂടുതൽ എന്ത് വേണം? അവൻ നിൻ്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നിൻ്റെ മൂത്ത സഹോദരനായി തരുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നിനക്ക് നിത്യജീവൻ തരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ അതിനുവേണ്ടിയാണ് കാൽവറി ക്രൂശിൽ മരിച്ചത്. നിങ്ങൾ യേശുവിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? 2 കൈ നീട്ടി. എന്തിനാണ് കൈ? നിന്നെ സ്വീകരിക്കുവാൻ. ഈ യേശുവിനായിട്ട് ജീവൻ കൊടുക്കുമോ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആര് പറയും, വർഗീസേ, ഇന്നു മുതൽ നിൻ്റെ യേശു എൻ്റെയും യേശു. ഞാൻ ഇതുവരെ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല, അഥവാ രക്ഷിക്കപ്പെട്ടതാണെങ്കിലും നല്ല ഉറപ്പില്ല. എന്നാൽ നീ ഇന്ന് പറഞ്ഞ സവിശേഷം എൻ്റെ ഹൃദയത്തിനകത്ത് പതിഞ്ഞു. നാളെ എന്ന് പറഞ്ഞ് ഞാൻ നീട്ടിവെക്കത്തില്ല. ഞാൻ ഇന്ന് ഈ സമയത്ത് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. കർത്താവ് യേശു എൻ്റെ രക്ഷിതാവാണ്. ഞാൻ യേശുവിനായിട്ട് ജീവിക്കും. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകത്തില്ല. ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കും ഞാൻ ഇന്നു മുതൽ എന്ന് പറയുമോ? പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നത് പറഞ്ഞാട്ടെ.
കർത്താവായ യേശുവേ, പറഞ്ഞാട്ടെ, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. രക്ഷിക്കപ്പെട്ടതാണെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ ഭാഗ്യം പരീക്ഷിക്കുന്നില്ല. ഞാനിന്ന് നിന്നെ ഒരിക്കലൂടെ എൻ്റെ രക്ഷിതാവായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇന്നു മുതൽ നീ എൻ്റെ ദൈവം. ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിക്കുമെന്ന് വാക്ക് പറയുകയാണ്. പാപത്തെ സ്നേഹിപ്പാൻ പറഞ്ഞാട്ടെ, ഞാനിനി പോകത്തില്ല. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ ഇന്നു മുതൽ. നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കും. ഞാനും നീയും ഇന്നു മുതൽ ഒന്നായി ജീവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തിൽ നമ്മെ പോക്കി ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരായി തീർന്നിരിക്കുന്നു. അവൻ്റെ കാഹളധ്വനി ധ്വനിക്കുമ്പോൾ നിങ്ങൾ അവനോടുകൂടി എടുക്കപ്പെടും. അഥവാ അതിന് മുമ്പേ നിങ്ങൾ മരിച്ചു പോയാൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള വിശ്വാസത്തോടെ ജീവിക്കാം. ഈ സുവിശേഷം ഇങ്ങനെ പറയണം. മറ്റവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു പുസ്തകം കൊടുത്തല്ലെങ്കിൽ വേദപുസ്തകം കൊടുത്തിട്ട് അതിൻ്റെ അവസാനത്തെ പേജിൽ അവരുടെ കൊണ്ട് തീയതി എഴുതിയിട്ടിട്ട് ഇത് കൊടുത്തിട്ട് ഇത് കയ്യിലിരിക്കട്ടെ, ഓർമ്മയ്ക്കായിട്ട് കയ്യിലിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ വാട്സപ്പ് നമ്പറൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ കൂടുതൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. അടുത്ത ഞായറാഴ്ച ഞാൻ ഇതിൻ്റെ തുടർച്ചയായ 2ാം ഭാഗം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യണം? അദ്ദേഹത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തിയ വ്യക്തി എന്ത് ചെയ്യണം? അടുത്ത ആഴ്ച സംസാരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശം ഇഷ്ടപ്പെട്ടോ? കഴിയുന്നവർക്കൊക്കെ ഫോർവേഡ് ചെയ്താട്ടെ. എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുന്നതെന്ന് ലോകം മുഴുവൻ അറിയട്ടെ. മലയാളി സഭയിലുള്ള വിശ്വാസികളെല്ലാവരും പഠിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.